മാളു വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മള് ഇപ്പൊ നമ്മളുള്ളത് മൈസൂരാണ്. അപ്പോ നമ്മൾ ഒരാളുടെ ജീവിതാഭിലാഷം സ്വപ്നം സാധിക്കാൻ വേണ്ടിയിട്ടുള്ളത് 16 വശത്ത് കൊടൈക്കനാൽ എത്രയാ ക്ലൈമറ്റ്? 19-16 ഡിഗ്രി ക്ലൈമറ്റ് ഉള്ള കൊടൈക്കനാലിന്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ 32 ഡിഗ്രി കൊട്ട വെയിലോട്ട് വന്നിരിക്കുന്നത് അവിടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രം. അപ്പോ ആള് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആള് ഇതിങ്ങനെ താങ്കൾക്ക് എന്താണ് അതിനെ പറ്റി 2 വാക്ക് സംസാരിക്കാം. സംസാരില്ല, ഓ നോക്കണോ പുറത്തോട്ട് ഇങ്ങനെ നോക്കി കുട്ടിയന്മാരി ഭയങ്കര നോട്ടാ. എന്താണ് നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആടാ. ഓനക്ക് എന്താ പറയണ്ടേ, ഓനക്ക് വാക്കുകൾ എന്താ പറയാ കട്ടായിട്ട് പോവാണ് സംഭവം. വേഗം പറയാനുള്ള ഷോർക്കാണല്ലോ ഷോർക്കാണ് ചേട്ടാ കാര്യം പറ മനോ. സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൈസൂരിലോട്ട് പോകാനുള്ള എണ്ണ പൈസ എടുത്ത് ഒരു 11 പറഞ്ഞൊരു വണ്ടി കാണാൻ വേണ്ടി മാത്രം ഒരു W115 പറഞ്ഞൊരു വണ്ടി കാണാൻ വേണ്ടി മാത്രമാണ് കൊടൈക്കനാൽ അത്രയും ക്ലൈമറ്റ് ഉള്ള സ്ഥലം കൊട്ട വെയിലോട്ട് പോയി നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം എന്താണ്. നേരെ കൊറേ റോഡ് നേരെ സ്ട്രൈറ്റാ നേരെ സ്ട്രൈറ്റ് സാഹസികമായ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞോടിക്കേ. അപ്പുറത്തെ ഇപ്പുറത്ത് വണ്ടി കരച്ചിലാണ്. മറ്റേ പോരുന്ന ടൈമിലേ അതല്ലേ നിസാമേ പോരുന്ന ടൈമിലേ എന്നെ കണ്ടിട്ട് ചൂട് മറ്റുന്ന ചിഹ്നം വിളിക്കാൻ വേണ്ടി അതുകൊണ്ട് ചിഹ്നം വിളിക്കും അങ്ങനെയൊക്കെ ഒരു വാസർ ചെക്കന്മാരാണൊക്കെ. എന്താ പറയാ, ഒന്നും പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. നമുക്ക് അവിടെ എത്തിയിട്ടേ ഒരാള് പോന്നിട്ടില്ല, അവനക്ക് മിസ്സായില്ലേ. ആ ചെക്കന് കല്യാണം തേടുണ്ട്, അതും ഒന്ന് സബ്സ്ക്രൈബേഴ്സ് എത്രയും പെട്ടെന്നൊരു നല്ല കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പറയണം. ഒരു കുട്ടീനെ നോക്കുന്നത് ഓന്റെ ഐഡി മെൻഷൻ ചെയ്തോട്ടോ വീഡിയോയില്. എന്തായാലും എല്ലാരും പ്രൊമോഷൻ ചെയ്തോളൂ. എനിക്ക് വേണ്ടി ഓന്റെ ഐഡി മെൻഷൻ ചെയ്തോട്ടോ. എല്ലാവർക്കും ഒരു ചെക്കപ്പോ രാത്രി 10 മണിക്ക് നേരത്തെ കയറും. മോട്ടോക്കെ ഇട്ട് നേരത്തെ കയറും. ചെക്കന്റെ സൽസ്വഭാവങ്ങളാണ്. നേരത്തെ വീട്ടിലോട്ട് കയറും. 10 മണിയാകുമ്പോഴേക്ക് വീട്ടിലോട്ട് കയറും. ഭാര്യ പറയുന്ന എല്ലാം അനുസരിക്കും. അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എന്താ അലമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പർദ്ദിട്ട് നടക്കുന്ന കുട്ടീനെ കാണും. അതുകൊണ്ട് കണ്ണ് മാത്രം കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുട്ടികൾ ഇപ്പത്തെ കാലത്ത് കിട്ടും. നമുക്ക് അന്വേഷിക്കലേ പഠിപ്പിക്കും. ഓ എത്ര മണി പഠിപ്പിക്കും? പഠിപ്പിച്ചിട്ടാണ് ഇടക്കിടക്ക് എവിടെ ഇവിടെയാണ് മറ്റേ ആടാള് കെട്ടിണ്ടല്ലേ ആടാളെ തീർക്കാൻ വേണ്ടി. പല സൈക്കിളിൽ കാണിച്ചു കൊടുത്താ സൈക്കിളില്ലേ ഏതൊക്കെയോ കാട്ടുമുക്കൂടെയാണ് നമ്മള് കൊണ്ടുപോകുന്നത്. എന്താ കാട്ടുമുക്ക് ഒത്തിരി വലിയ സിറ്റിയിൽ വന്നിട്ട് ഉപയോഗിച്ച് കാട്ടുമുക്ക് ഒക്കെ ഇടവജ്ജ പോക്കറ്റ് വജ്ജ കൊറേ വയ്യാളുണ്ട് ഇവിടെ. കുത്തിച്ച് കഴിഞ്ഞാ അവിടെ കൂടി പോയാൽ എങ്ങോട്ടെങ്കിലും എത്തും. അതാണ് കൂടെ പോലെ എവിടെയെങ്കിലും സ്ഥലത്ത് എത്തിക്കോളും. മറ്റേ മനുവിന്റെ വിഷയത്തിലേക്ക് കടന്നു. മനുവിന്റെ വിഷയം ഒന്നുമില്ല. സ്ട്രൈറ്റ് അല്ലേ? അല്ല ലെഫ്റ്റ് മുമ്പത്തെ ലെഫ്റ്റ്. അപ്പൊ ഞാൻ സ്ഥല കച്ചവടം നടത്താൻ പോണോ പൈസ കണ്ടിട്ട് തോന്നുന്നു അവസാനം സ്ഥല കച്ചവടത്തിനോട് കൊണ്ടു നടക്കും.
ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈവ് ഞാൻ മറ്റേ ഡൗൺലോഡ് ടപ്പടപ്പേറിന് പോണ വണ്ടിയതാ ട്രെയിന് പിന്നെന്താ പറയാ മനുവിന്റെ ട്രെയിൻ എങ്ങനെയാണ് അടുക്കാൻ കൊണ്ടുവന്നതാണ് അപ്പൊ വണ്ടി പോന്നേ അഞ്ച് മിനിറ്റ് ഇത്ര ടൈം ആയിട്ടും സമയമാണ് സംഭവം. ഗേഴ്സുകളെ എല്ലാ വ്ളോഗ് ചെയ്യുന്ന ആളുകളെയും നല്ല സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളിപ്പോ ഒരു 5 മിനിറ്റ് എന്ത് സംസാരിക്കണം എന്നുള്ള പോലും കിട്ടാതെ നമ്മളിപ്പോ കഷ്ടപ്പെടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പാട്ടൊക്കെ പഠിത്തരും. അതൊക്കെ നമ്മളോട് പറ്റുന്ന പാട്ട് ഇതാണ് നമ്മുടെ ക്യൂട്ട്നെസ്. പുഞ്ചിരി മറ്റേ എല്ലാ വല്ല മാറ്റി ഇതാണ് നമ്മളെ ക്യൂട്ട്നെസ്. ഇതാണ് നമ്മളെ ഫാൻസിന്റെ രസം. ഫാൻസിന്റെ ഫാൻസ് നമ്മളെ ചിരിണ്ടല്ലേ. അപ്പൊ ആകെ 4, 10, 5 പണിക്കാർ 5 സബ്സ്ക്രൈബർ ഉണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തു. പെട്ടെന്ന് കിട്ടും. വണ്ടി കിട്ടൂടെ പോലീസ് ഞങ്ങളെ കണ്ട പിടിച്ചോടാ. ഞങ്ങളൊക്കെ എല്ലാം ഉണ്ടാലേ അതിനല്ലേ വാരിസ് നമ്മള് കർണാടകയിൽ വന്ന ഒരാളെ എന്നോട് പറയാ. ആദ്യമായിട്ടാണ് പോലീസുകാരുടെ ഇത്ര കെഞ്ചിട്ട്. അതുകൊണ്ടുള്ള പേടിയാണ്. ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടി മാങ്ങ വിറ്റോണ്ടിരിക്കണം കുറച്ച് പയ്യന്മാര്. പയ്യാനിക്കുള്ള ബ്ലോക്കാ ജീവനമാർഗാണ് കുറെ ആൾക്കാർ. ഇവിടേക്ക് പോകുമ്പോ ഫൈൻ കിട്ടിയ മനു പറയണല്ലേ ടിക്കറ്റ് ചെടുക്കാന്ന് വേണ്ടാണ് മണ്ണാറമ്പ് ഇതുവരെ വണ്ടി ഓടിച്ചു. എത്ര 200 ഞാൻ ട്രിപ്പ് ഇട്ടു 263 കിലോമീറ്റർ കൊണ്ട് ഓടി വന്നത് എന്തുകൊണ്ടാണ്? മനുവിന്റെ ഡ്രീം മനുവിന്റെ ആഗ്രഹം മാത്രമാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് കൊടൈക്കനാൽ പോയാലും മതിയായിരുന്നു. എല്ലാ ചെക്കന്മാരും ചക്ക അത് വിഷയമല്ല. ചക്ക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 50 മനുവിന്റെ സങ്കടമുണ്ട്. ഞങ്ങൾ അങ്ങനെ മനുവിന്റെ പാട്ട് പിന്നെ പെണ്ണുങ്ങളെ എങ്ങനെ ഒരു മിനിറ്റ് ഉണ്ടാവില്ല. സ്നേഹം കൊണ്ടല്ലേ നിങ്ങളൊക്കെ പെണ്ണ് കെട്ടി കാണിച്ചു തരാം. ഞങ്ങള് കെട്ടണില്ല. ഞങ്ങള് കെട്ടണില്ല. പെണ്ണ് കെട്ടണില്ല. ഞാൻ കല്യാണം ഉണ്ടാവുന്നത്. കല്യാണം ഉണ്ടാവുമ്പോ കല്യാണം പെട്ടെന്ന് എടുക്കും. എന്താണ് ടൈമോ ടോളുണ്ടെങ്കിൽ സിഗ്നലാണോ പറഞ്ഞത്? എന്നോട് പൊന്നു ഫോൺ എടുക്കാൻ. ഞാൻ കൊടുക്കൂലേ വ്ളോഗിയല്ലേ. അത് എല്ലാരമാരും കട്ട് ചെയ്ത് വ്ളോഗ് എടുക്കാൻ എനിക്കറിയില്ല. ഒറ്റ ടൈപ്പ് ഫോൺ എടുത്തിട്ട് മണ്ട കിട്ടും. ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്താ പറയണേ? ഇപ്പൊ ഇതോടെ വ്ളോഗ് വൈൻഡപ്പ്. ഇല്ലട്ടോ ഇപ്പൊ വരും. ചെങ്ങന്മാരൊക്കെ അറിയോ? അത് സ്നേഹം കൊണ്ടല്ലോ പോയത്. എങ്ങനെ നടന്ന ചെക്കനെന്ന് അറിയാം എല്ലാവർക്കും.
ഞാൻ പാവേനും ഇപ്പോഴും പാവാ അറാത്തിന്റെ കയ്യും കാലും വെച്ച സാധനമായിരുന്നു. അറിയാലോ. ഇപ്പൊ എന്താ ഞാൻ അന്നും ഒരു ഉള്ളി കേട്ടുകഴിഞ്ഞാൽ നീ നല്ല ഉള്ളി കേട്ടുകഴിഞ്ഞാല് അന്നും പാവാണ് ഇന്നും പാവാണ് ഞാൻ. അറിയാം, അറിയണ ആൾക്കാർക്ക് അറിയാം അന്ന് എങ്ങനെയാന്നുള്ളത്. അങ്ങനെ നടത്താനോ ഇപ്പൊ നീ വാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കൻ മണ്ടി പേരന്റെ ഉള്ളിൽ വേറൊരു ടിസ്റ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ദുബൈയില് ഇവരുടെ നാടാണ് മൈസൂര്, പക്ഷെ ഇപ്പൊ നിക്കണോ മലപ്പുറത്താണ്. അതിലുള്ള കാരണക്കാരനാരോ ഇപ്പൊ കാരനാണ് ഇപ്പൊ അവിടെ നിക്കാനുള്ള കാരണം. അത് പറഞ്ഞു കൊടുത്ത അത് പണ്ടത്തെ ഒരു ബാക്ക് സ്റ്റോറിയാണ്. അതെങ്ങനെ വെച്ചാല് ഞാൻ പറഞ്ഞ അത് പണ്ട് ഇവര് രണ്ടാളും പെരയിലെന്തോ ഇഷ്യൂ ഉണ്ടായി. ഉബൈസ് മുട്ടായിന്നപ്പോ പൊട്ടി ചോദിച്ചു, അപ്പൊ കൊടുത്തില്ല, തട്ടിപ്പറിച്ചു വാങ്ങി. ഉബൈസ് പറഞ്ഞു ഇവിടുന്ന് പൈക്കോ, അപ്പൊ ഉബൈദ് പെട്ടിയും കടക്കൊക്കെ പാക്ക് ചെയ്തു, അടുത്ത വണ്ടി വിട്ടു, ഞാൻ പോവാണ് നേരെ മലപ്പുറത്തേക്ക്. മലപ്പുറം. അതിന്റെ ശേഷം എത്രയോ കൊല്ലത്തിന് ശേഷമാണ്, കൊറേ കൊല്ലത്തിന് ശേഷം ചെറുപ്പത്തിൽ നടന്നാണ്. ഇപ്പൊ എനിക്ക് 14 വയസ്സായി. അതിന് ശേഷം മൈസൂർക്ക് വന്നാണ്. ഒരുമിച്ച് ഇതാണ് 2 പ്രോബ്ലം. ആ ചെറുക്കക്കാരനാണ് ഇപ്പൊ ഇപ്പോഴും. ഇല്ലെങ്കിൽ മൈസൂരിലെ സുഖസുന്ദരമായിട്ട് ജീവിച്ചിട്ട ആളല്ലേ. ഓക്കെ ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തു. ഞാൻ എപ്പോഴാണ് അതിനെ പറ്റി ചിന്തിക്കുന്നത്. മൈസൂരിൽ ഏതൊരു കുട്ടിനെയും കെട്ടി നല്ല അടിപൊളിയായ ഒരു ലൈഫ് നയിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഇപ്പൊ എന്താ നാട്ടിൽ വന്നുകൊണ്ട് നാട്ടാടി പെണ്ണും കിട്ടണില്ല. പെണ്ണിട്ടാത്ത പ്രശ്നമല്ല, കിട്ടിയത് പോയതാണ് അറിയാം. കിട്ടിയത് പോയതാ, അതൊന്നും ഇവിടെ വ്ലോഗില് പറയാൻ പറ്റിയ വിഷയം. ഒരാളെ പറഞ്ഞിട്ട് കഴിഞ്ഞ് പോയത് പോയി. സങ്കടം ചെറുതായിട്ട് ഇമോഷണൽ ട്രാക്കായി. ഉബൈദിനൊരു കഴിവുണ്ട്, ഉബൈദിന്റെ സ്നേഹം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരു നല്ലൊരു മനസ്സിന്റെ വ്യക്തിന്റെ നല്ലൊരു വ്യക്തിത്വമാണ്. അങ്ങനെ പൊന്നോട് ഫോൺ എടുക്കാണ്. കട്ട് ചെയ്യാം, നമുക്ക് അടുത്ത വ്ലോഗ് എത്താനായി. അവിടേക്ക് എത്തുമ്പോ മനു കയറുമ്പോ മറ്റേ പാടിട്ട് ട്രാക്കൊക്കെ. തന്നെ എത്രയാണ് സ്പീഡ്? 100. ഈടാ അങ്ങനെയാണ് ഇഞ്ച് മൊത്തം അടിച്ചിട്ടുണ്ടാവുമല്ലോ. ഏയ് നമുക്ക് വന്നോന്നില്ല 140 പോയി. എടാ ഇമ്മ കൂടി കുരങ്ങ നടക്കണോക്ക ആൾക്കാർക്ക് വണ്ടി വിട്ടല്ലേ. മനുവിന്റെ ആഗ്രഹം എന്താ അറിയോ? മനുവിന്റെ ആഗ്രഹം എന്താ അറിയോ? എന്നോട് ലെഫ്റ്റ് പിടിച്ച് പോയിക്കോ, കാരണം ഇവിടുന്ന് യൂട്ട് അടിക്കാണ്. എനിക്ക് ലെഫ്റ്റ് കാണണമെങ്കിൽ ബ്ലോഗ് മാറ്റും. ബ്ലോഗ് ഒന്ന് മാറ്റി കൊടുക്കാം. മനുവിന്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് നാട് കാണില്ല, വയനാട് ചുരം വഴി പോണപ്പോ കൊറേ മരങ്ങളുണ്ട് സൈഡിൽ കൂടെ. അപ്പൊ മനുവിന്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാല് അതിനെ കൂടി തൂങ്ങി ചുരം കയറാന്നുള്ളതാണ്. ലെഫ്റ്റ് പിടിച്ച് പോയിക്കോ, എക്സിറ്റ് ഉണ്ടാവും. അപ്പൊ മനുവിന്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ തൂങ്ങി മരത്തുമ്പോ കൂടെ പോവാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനെ സഹായിക്കാൻ പറ്റിയ ലെഫ്റ്റ് പിടിച്ച് പോയിക്കോ. അല്ല ഓൻ പറഞ്ഞല്ലേ തൂങ്ങി അവൻ പറയണ മരത്തുമ്പോഴൊക്കെ തൂങ്ങി പറഞ്ഞു ഇല്ലേ. കൊരങ്ങനാവാൻ പറ്റൂലെന്ന് അറിയില്ല. ഈ എന്നെ പൂർവ്വജന്മത്തിലോട്ട് പോയ ചിലപ്പോ കൊരങ്ങനാവും. കണ്ടുപിടിച്ച മിഷീൻ വീട് കുഴിച്ചോട്ടെ.
അങ്ങനെ എന്തൊക്കെ മിണ്ടല്ലേ വാച്ച് ഉണ്ട് അത് 2010 2012 പെര മാറ്റേക്കണ വിഷയം ഉണ്ടാക്കിയാണ് മനസ്സിലാക്കേണ്ട വിഷയം പോലീസ് ഇവർക്ക് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല. ഇവരിപ്പോഴും എന്താ പറയാ ഹൈവേയില് പിടിച്ചാൻ ചാൻസ് ഇല്ല. ഇപ്പൊ നമ്മൾ ചർച്ച എന്ന് വെച്ചാൽ പോലീസ് എവിടുന്ന് പിടിക്കും, പോലീസ് എവിടെ പിടിക്കൂല എന്നുള്ളതാണ് നമ്മളെ ചർച്ച. ഹൈവേയില് പിടിക്കില്ല എന്നുള്ളതാണ് ഇവിടെ സ്ഥിര താമസമുള്ളവരോട് പറയുന്നത്. അന്നെ ചവിട്ടി പുറത്താക്കിയോ സ്വപ്നം കാണുണ്ടോ ഗൈസ്? കാണുണ്ടോ? ടയർ കാണുണ്ടോ ഗൈസ്? അതാണ് മോന്റെ സ്വപ്നം. ബക്കറ്റ് ലിസ്റ്റിലുള്ള ബക്കറ്റ് ലിസ്റ്റ്. ഈ സൈഡ് പോയിക്കോ. ഇതാ ഈ ടേൺ ആണോ? ഇവിടെ അല്ല. നേരെ പോ. അവിടെ ആ മറ്റേ ഒരു മഞ്ഞ കണ്ടോ? മഞ്ഞ. നമ്മളൊരു 5-6 മിനിറ്റ് കൊണ്ട് എത്ര സമയമല്ലുള്ളൂ അവിടെ എത്താനായി. മനു ചെക്കനെ പൊലിവിലാണ് പാട്ടുണ്ടായിരുന്നു. ഇല്ല മനു, അവന്റെ സ്വപ്നം ഞങ്ങൾ ഇന്ന് എല്ലാരും കാണും. പക്ഷെ ടിക്കറ്റ് എടുക്കാണ്ട് പണ്ടാറുമ്പോ അങ്ങാടി ഷെഡിലിരുന്ന പോന്നോട് പറഞ്ഞാല് ഞാൻ ടിക്കറ്റ് എടുത്തോളാം. എത്ര ഞാൻ ടിക്കറ്റ് എടുത്തോളാം. അപ്പൊ ഞാൻ കണ്ടാ മതി. മരൂല സ്വപ്നമായ സ്വപ്നരോഗം. അപ്പുറത്ത് ചെറിയൊരു ഫയറിന്റെ വെക്കുന്ന സാധനം ചെറുതാലേ ഇതിലുണ്ടെന്ന് പറഞ്ഞാ മതി. കാണാൻ ഒരാളെ ക്യൂരിയോസിറ്റി നമ്മള് ഇനി ലെഫ്റ്റ് ഒക്കെ എടുത്ത് അരിച്ചാലടാ. ഒന്ന് ലെഫ്റ്റ് അല്ല നിങ്ങൾക്ക് ഇറങ്ങി വരി. ചെറുക്കനെ ഇറങ്ങാണ്. അടുത്ത ബിസിനസ് ഉണ്ട്. കമ്പനിക്കാരുണ്ടോ? ഞാനേ ടനലുണ്ട് മുമ്പില്, ആയിക്കൂടി തിരിച്ചുകാണ്ട് പാലിന്റെ ഉള്ളിൽ കയറി. വെജ് മുന്നിൽ നടക്കോ? ചെക്കന് 22 വയസ്സോ 22 ഇല്ല 19 എങ്ങാണ്ടോ. ചെക്ക എപ്പോഴും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. അല്ല അത് ഓനക്കത് ബുദ്ധി ഉണ്ട്. കാരണം ചെറുപ്പത്തിൽ തന്നെ ചവിട്ടി പുറത്താക്കിയ ബുദ്ധിയാണ് അന്ന് തോന്നിക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിലാറ് ബുദ്ധി ഉണ്ടാവും. കാരണം അവർക്ക് മനസ്സിലായിക്കണോ എന്നോട് നിർത്തിയിട്ട് കാര്യമല്ല. പക്ഷെ 3 കൊല്ലം കഴിയുമ്പോഴേക്ക് നമ്മളെ 3 മാധ്യമ 5ഒക്കെ ലക്ഷ്യം ഉണ്ടായി വാരിസിന്റെ സ്വപ്നാണ്. 12,000 റുപ്യ കൊടുത്തിട്ട് 36. അതുകൊണ്ടാണ് ആകെ കുടുങ്ങിക്കണം. എവിടെ പോയാലും പോകാനാണ്. ഗൈസ് എനിക്കെന്താ പറയാ? ഹലോ ഗൈസ്, മാളു വ്ളോഗ്സിലെ സബ്സ്ക്രൈബ്സിനോട് എന്താ പറയാ? ഹലോ എടാ അപ്പൊ എടുക്കാൻ പറ്റില്ലടാ. അതിന്റെ പ്രശ്നം എന്താ പറയേ? ഇപ്പൊ എടുക്കാൻ പറ്റില്ലേ? വ്ളോഗാണ്. മനുവിന്റെ സ്വപ്ന ലോകത്തിലേക്ക് പോവല്ലേ. സംസാരിച്ചോ? അപ്പൊ ഗായ്സ് എടുക്കാൻ പറ്റില്ല. എന്ത് സംഭവം പറയാ? ഇതേ കാര്യം പറയാ. നീയാണ് ഹലോ അല്ല ആർക്ക് പറയാൻ പറ്റുമോ? ഉള്ളിൽ കയറാൻ നിക്കണേ. ഡീലിയേ ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്